ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോൾ കേക്ക് ഈസിയായി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഡോൾ കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് വരാൻ വേണ്ടി 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ പാൽപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കേക്ക്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചതിന് ശേഷം നമുക്കൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതല്ലെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാകും. നമ്മൾ ആഡ് ചെയ്ത പൊടികളെല്ലാം ഒരുപോലെ എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് വേണ്ട മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ള നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് മാവിന് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഭാഗം നമുക്ക് മുട്ടയുടെ വെള്ളയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലും ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്ന് കുറച്ച് ഭാഗം മഞ്ഞയിലിട്ടൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ വെള്ളയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളയെല്ലാം താന്നു പോകും. കേക്കും അതുപോലെ ഹാർഡായി പോകും. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മാവ് 2-3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ മാത്രം വളരെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ കേക്കിൻ്റെ മാവെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡോൾ കേക്കിൻ്റെ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളയാം. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 1 മണിക്കൂർ സമയം വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ആൽമണ്ട് എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് എസൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്.
കേക്ക് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 5 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം കേക്ക് ബോർഡിന് താഴെയായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബോർഡ് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഷുഗർ സിറപ്പിന് പകരം കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേക്കിന് മുകളിൽ നന്നായിട്ട് നനച്ചതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. എല്ലാ ലെയറും ഞാൻ അതുപോലെ ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ 3 നോസിൽസുമാണ് ഞാൻ ഡോൾ കേക്ക് ഡെക്കറേഷന് വേണ്ടി എടുക്കുന്നത്. ഡോൾ കേക്കിൻ്റെ താഴെ ബോർഡർ കൊടുക്കുന്നതിന് വേണ്ടി മിൽട്ടൻ്റെ 1-ാം നമ്പർ നോസിലാണ് എടുക്കുന്നത്. അതിന് മുകളിലായി നൂറിൻ്റെ 13-ാം നമ്പർ നോസിലും ഏറ്റവും മുകളിലായി നൂറിൻ്റെ 7-ാം നമ്പർ നോസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഐസിങ് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ആയതുകൊണ്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് പാലറ്റ് നൈഫിനേക്കാളും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്യുന്നതാവും നല്ലത്. ഇനി നമുക്ക് കേക്കിന് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. ഞാൻ ചെഫ് മാസ്റ്ററിൻ്റെ കോൾ ബ്ലാക്ക് കളറാണ് ഈ ഒരു ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലായി ഞാൻ വൈറ്റ് കളർ ഡിസൈനാണ് കൊടുക്കുന്നത്. കേക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഡോൾ വെച്ച് കൊടുക്കാം. ഡ്രസ്സിൻ്റെ ടോപ്പിന് വേണ്ടി ഞാൻ കോൾ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ നോസിലിട്ട് ടോപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഡോളിൻ്റെ താഴെ ബോർഡറിലായി ഞാൻ ഷുഗർ ബോളും കൂടെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഈ കേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.